ഹലോ ഗൈസ്, ഹായ്. അങ്ങനെ രാവിലെ എണീറ്റു. കുറേ നാൾക്ക് ശേഷമാണ് രാവിലെ എണീക്കുന്നത്. കറക്റ്റ് ഒരു 5:30 ആയപ്പോൾ എഴുന്നേറ്റു. രാവിലെ എഴുന്നേൽക്കട്ടോ, നല്ല ഫ്രഷ് എനർജിയാണ് കിട്ടുന്നത്. ഇറ്റ്സ് ഗുഡ്. രാവിലെ എണീറ്റ് പറയാൻ വന്നതെന്ന് വെച്ചാൽ, ജീവിതം ഒന്നേ ഉള്ളൂ. യു ഹാവ് ഓൺലി വൺ ലൈഫ് ആൻഡ് യു ചൂസ് ഹൗ ടു ലിവ് ഇറ്റ്, റൈറ്റ്? വേണമെങ്കിൽ സെൽഫിഷായിട്ട് എല്ലാവരെയും മറന്ന് നമ്മുടെ എയിമിന് വേണ്ടി അല്ലെങ്കിൽ എല്ലാവരെയും വെറുപ്പിച്ചുകൊണ്ട് ജീവിക്കാം. ഇറ്റ്സ് വൺ ചോയ്സ്. സെക്കൻഡ് ചോയ്സ് ഈസ് ദാറ്റ് വി ക്യാൻ ലിവ് ബൈ എല്ലാവരും നിങ്ങളെ ഓർക്കുന്ന പോലെ, നിങ്ങളെ ഇഷ്ടപ്പെടുന്ന പോലെ നിങ്ങൾക്ക് ജീവിക്കാം. നിങ്ങളുടെ ചോയ്സാണ് ഇത്. എങ്ങനെ വേണമെങ്കിൽ ജീവിക്കാം. ഇറ്റ്സ് കംപ്ലീറ്റ്ലി അപ് ടു യു ഹൗ ടു ലിവ്, റൈറ്റ്? ഞാൻ പറയേണ്ടതൊന്നുമല്ല നിങ്ങൾ ജീവിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ലക്ഷ്യങ്ങൾ കാണും, നിങ്ങൾക്ക് ഡ്രീംസ് കാണും. ബട്ട് ഐ സ്റ്റിൽ തിങ്ക് ദാറ്റ് എല്ലാവർക്കും സ്നേഹം കൊടുത്ത്, സ്നേഹം വാങ്ങിച്ച്, സ്നേഹം പകർന്നുകൊണ്ട് ജീവിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അല്ലെങ്കിൽ പിന്നെ എന്താ നമുക്ക് ജീവിതത്തിൻ്റെ അർത്ഥം എന്താണല്ലേ? ഒരു ഗുണമില്ലാതെ ജീവിച്ച് മരിച്ച് പോകുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ദാറ്റ്സ് റൈറ്റ്. ബട്ട് അത് മാത്രം മതിയോ? നമുക്ക് ഒരു പ്രായം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും വേറെ ആഗ്രഹങ്ങൾ വരത്തില്ലേ? ഇറ്റ് ഇസ് നോട്ട് ഓൾവേസ് മണി, വൈഫ്, ചിൽഡ്രൻ, ഫാമിലി, റൈറ്റ്? അതിൽ കൂടുതൽ നമ്മൾ മനുഷ്യർ ആഗ്രഹിക്കാറില്ലേ? ഇപ്പം നമ്മുടെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആയതുകൊണ്ടല്ല, അല്ലെങ്കിൽ ടീച്ചിങ് ഫീൽഡിൽ ബ്ലൂംസ് ടെസ്റ്റ് തിയറി ഓഫ് നീഡ്സ്, എനിക്ക് ആരാ പറഞ്ഞത് ഓർമ്മയില്ല, ഐ എം സോറി. സോ അതിനകത്ത് പറയുന്നുണ്ട്, നമ്മൾ ഫസ്റ്റ് നമ്മുടെ പേഴ്സണൽ നീഡ്സ്, സെക്യൂരിറ്റി നീഡ്സ്, പിന്നെ നമുക്ക് ഹയർ ആയിട്ടുള്ള നീഡ്സ് വരാറുണ്ട്. ലൈക്ക് അംബിഷൻസ്, ഗോൾസ്, പർപ്പസ്, സൊസൈറ്റിയൽ വാല്യൂസ്. സോ അങ്ങനെ മനുഷ്യരിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. സോ ഐ ജസ്റ്റ് വാണ്ട് ടു, ഈ ഒരു ഏർലി മോർണിംഗ് എണീറ്റപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ്. ജസ്റ്റ് ലൈഫിൻ്റെ അർത്ഥങ്ങൾ എന്തിനാണ് ലൈഫ്, വാട്ട് ഷുഡ് വി ലീവ് ആൻഡ് ഹൗ ഷുഡ് വി ലീവ്. നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുക. സെൽഫിഷ് ആവണം കുറച്ച് കാര്യങ്ങളിൽ. സെൽഫിഷ് ആയാലേ ഒരു പ്രൈമറി സ്റ്റേജിൽ നമുക്ക് കടക്കാൻ പറ്റത്തുള്ളൂ. ലൈക്ക് മണി, ജോബ്, എക്സെട്ര, റൈറ്റ്? പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ട്രൈ ടു ലവ് പീപ്പിൾ, ട്രൈ ടു ലവ് നേച്ചർ, ആനിമൽസ്. ഇതൊക്കെയാണല്ലോ ഒരു രസം. അതിൽ കൂടുതൽ നമുക്ക് എന്താഗ്രഹിക്കാൻ പറ്റുക, അല്ലേ? എയിംസിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, പക്ഷേ സ്നേഹത്തിനൊന്നും ലിമിറ്റ് ഇല്ല. വി ക്യാൻ ലവ് എനി വൺ, കീപ് ഗിവിങ്. നമുക്ക് കൂടുതലുണ്ടെങ്കിലല്ല, കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും അങ്ങോട്ട് ഷെയർ ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി ഡെവലപ്പ് ചെയ്യുക. വി മസ്റ്റ് ഡു ദാറ്റ് ആസ് ഹ്യൂമൻ ബീങ്സ്. കാരണം ഹ്യൂമൻ ബീങ്സിനെ മാത്രമല്ല, ലോകത്തുള്ള എല്ലാ ആനിമൽസും അങ്ങനെ ചെയ്യുന്നുണ്ട്. ബീറ്റ് ദ ക്രോ, ദ പീജിയൻസ്. ഇവിടെ പ്രാവുകളൊക്കെ ഉണ്ട്, നിങ്ങളെ കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് കാണിക്കാത്ത കേട്ടോ. ലോകത്തുള്ള എല്ലാ ആനിമൽസും അവർക്ക് അവരുടെ ഒരു നീഡ് കഴിഞ്ഞാൽ പിന്നെ അത് ഷെയർ ചെയ്യാണ്. അത് കൺസേർവ് ചെയ്ത് വയ്ക്കുകയോ അങ്ങനെയൊന്നും ചെയ്യില്ല. ബീറ്റ് ഏറ്റവും വലിയ ആക്രമകാരിയായ കടുവ ആയിക്കോട്ടെ, സിംഹം ആയിക്കോട്ടെ, ഏറ്റവും ചെറിയ ആനിമൽ ആയിക്കോട്ടെ, പാറ്റ, ഉറുമ്പ്, എല്ലാം ഷെയറിങ് ആണ്. ദേ ഓൾ ഷെയർ. അത് ഒറ്റയ്ക്ക് ഒന്ന് കൺസ്യൂം ചെയ്ത് തീർക്കണം, അല്ലെങ്കിൽ എന്നെക്കാട്ടിലും അർഹനായിട്ട് ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് കൊടുക്കുക എന്നൊരു മെൻറ്റാലിറ്റി ലോകം മൊത്തം ഫോളോ ചെയ്യുന്നുണ്ട്. സോ ഐ തിങ്ക് വി ഹ്യൂമൻസ്, നമ്മുടെ ഇത്രയും വലിയ ബ്രെയിനുള്ള, ഇത്രയും വലിയ എന്താ പറയുക, ഇൻ്റലക്ച്വൽ കേപ്പബിലിറ്റി ഉള്ള ഹ്യൂമൻസും അത് പാലിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ ഞാൻ ചുമ്മാ എന്തൊക്കെ പറയാമല്ലേ. സോ അപ്പോൾ ഈ രാവിലെ തന്നെ ഇങ്ങനെ ഒരു ഐഡിയ വന്നുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ബൈ.